ഹലോ ഫ്രണ്ട്സ്, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ലൈനിങ് ബ്ലൗസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ ആദ്യം ലൈനിങ് അടിയിൽ വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റിൽ താഴെയിലുള്ള ഡോട്ട് അടിച്ചു കൊടുക്കാം. ബാക്ക് പാർട്ടാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ഡോട്ട് അടിച്ചു കൊടുക്കാം. രണ്ട് ഭാഗവും ഡോട്ട് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ അളവൊക്കെ കട്ടിങ് വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി താഴേൽ ബാക്ക് ബാൻഡിന് 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് തുണി എടുത്തിട്ട് അതിനെ വെച്ച് കൊടുക്കാം. ഒരു ഭാഗം മടക്കി അടിച്ചിട്ടുള്ള പീസാണ്. അതൊക്കെ കാണിക്കാൻ നിന്നാൽ വീഡിയോ ലെങ്തായി പോകും, അതുകൊണ്ട് അതൊന്നും കാണിക്കാത്തത്. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ബാൻഡിനെ വെച്ചടിക്കുക. എന്നിട്ട് അത് പതിച്ചടിച്ചു കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കുക. ഇനി നമുക്കത് തിരിച്ചിട്ട് വീണ്ടും ഒരു എമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് അവിടെ ലോങ് സ്റ്റിച്ച് അവിടെ വെച്ച് കൊടുക്കുക. ഇതിന് എമ്മിങ് ചെയ്യുന്നവർക്ക് എമ്മിങ് ചെയ്യുക, അല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം എടുക്കാം. അതിന് ഇതുപോലെ ലൈനിങ് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ ഫസ്റ്റിലത്തെ ഡോട്ട് അടിച്ചു കൊടുത്ത്, ഇവിടെ 4 ഡോട്ട് ഉണ്ട് ഫ്രണ്ട് ഭാഗത്ത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ താഴേലത്തെ 1.5 ഇഞ്ച് വീതിക്കുള്ള ഡോട്ടാണ് അത് ഫസ്റ്റിൽ ചെയ്തത്. പിന്നെ നമ്മൾ സൈഡിൽ ഹൂക്ക് വെക്കുന്ന ഇവിടുത്തെ ഡോട്ട് അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അടുത്തുള്ള ഡോട്ടും കൂടി അടിച്ചു കൊടുക്കാം. ഇങ്ങനെ 4 ഡോട്ടാണുള്ളത് ഫ്രണ്ടിൽ. ഇനി നമുക്ക് കട്ട് ബാൻഡ് വെച്ച് കൊടുക്കാം. കട്ട് ബാൻഡിന് 3 പീസ് തുണി എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഡോട്ട് ചെയ്ത് വെച്ച് ബ്ലൗസ് തുണി എടുത്തിട്ട് അതിന് പിടിപ്പിച്ച് കൊടുക്കുക. ആദ്യം ഒരു ഭാഗം കട്ട് ബാൻഡ് വെച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ഇപ്പുറത്തെ ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ബ്ലൗസിന് കട്ട് ബാൻഡ് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ കണ്ടില്ലേ, 2 ഭാഗവും ഒരുപോലെ ഉണ്ടായിരിക്കണം. കണ്ട, ഇതുപോലെ കഫൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡിന് ഒരു അടിവ് കൂടി കൊടുക്കാം. 2 ഭാഗം ലെവലാക്കി കൊടുത്തിട്ട് ഒരു അടിവ് കൂടി കൊടുക്കുന്നുണ്ട് സൈഡിൽ. ഇനി നമുക്ക് ഹൂക്കും ലിപ്സും വെക്കാനുള്ള അതിൻ്റെ പടി അടിച്ചു കൊടുക്കുക. ആദ്യം ലിപ്സ് വെക്കാനുള്ള ഭാഗം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക. ഇതുപോലെ ഹൂക്കിൻ്റെ ഭാഗം ലിപ്സിൻ്റെ ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കുക. ഹൂക്കിൻ്റെ ഭാഗം അടിച്ചു കൊടുക്കാം. ഇതുപോലെ 1 ഇഞ്ചിൻ്റെ 2 ഇഞ്ച് വീതിക്കുള്ള തുണി എടുത്തിട്ട് നടു മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. അത് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ലെവലാക്കി എടുക്കുക. ഇനി നമുക്ക് വണ്ണത്തിനനുസരിച്ച് എത്രയാണോ വണ്ണമുള്ളത് അത് അളവ് ബ്ലൗസിൽ നിന്ന് വണ്ണം എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് ബാൻഡിനും ഫ്രണ്ട് ബാൻഡിനും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അത് ജോയിൻ ചെയ്തെടുക്കുക. ആംഹോളിൻ്റെ ഇത് നമ്മൾ ചെസ്റ്റ് വണ്ണമില്ലേ അവിടത്തും വരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടില്ലേ, അവിടത്തും വരെ മാത്രം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും അതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. അളവ് ബ്ലൗസിലുള്ള അളവെടുത്തിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക. രണ്ടടിവ് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്തെടുക്കേണ്ടത്. സ്ലീവിന് ലൈനിങ് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ സ്ലീവിന് ലൈനിങ് വെച്ച് കൊടുക്കുക. ലെവലാക്കി കൊടുക്കുക. ഇതുപോലെ ലൈനിങ് പിടിപ്പിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക. ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് ഇത്തിരി അധികമാക്കിയിട്ട് കട്ട് ചെയ്യണം ആദ്യം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വണ്ണത്തിനനുസരിച്ച് മാർക്കിട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അളവ് ബ്ലൗസ് എടുത്തിട്ട് വണ്ണം എത്രയാണോ വേണ്ടത് അത് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. കണ്ടില്ലേ, ഇതുപോലെ മാർക്ക് ചെയ്തിടുക. ഇനി അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങളെ അളവ് ബ്ലൗസിൽ എത്രയാണോ വണ്ണമുള്ളത് അത് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ആംഹോളിൻ്റെ അടുത്ത ജോയിൻറ്റും സ്ലീവിൻ്റെ ജോയിൻറ്റും ഒന്നിച്ച് വെച്ചിട്ട് അത് ഒരുപോലെ ഒന്നിച്ച് വെക്കുക. ആ ജോയിൻറ്റും ഈ ജോയിൻറ്റും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ അടുത്ത് നമ്മൾ കട്ടിട്ടത് കറക്റ്റായിട്ട് ഉണ്ടാവണം കേട്ടോ. സ്ലീവിൻ്റെ കട്ടും ഷോൾഡറിൻ്റെ ജോയിൻറ്റും കറക്റ്റായിട്ട് വരണം കേട്ടോ. ചിലവർ ഷോൾഡറിന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നവരുണ്ട്. ഞാനിവിടെ ആംഹോളിൻ്റെ എടുക്കുന്ന ജോയിൻറ്റിൻ്റെ എടുക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്യാറ് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് രണ്ട് സ്ലീവും അതുപോലെ തന്നെ ചെയ്യാം. ഒരു സ്ലീവ് ചെയ്ത പോലെ തന്നെ രണ്ട് സ്ലീവും ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് ക്രോസ് പീസ് തുണി എടുത്തിട്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ 1 ഇഞ്ച് വീതിക്കുള്ള നെക്കിൻ്റെ അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്ത പീസാണ് വെച്ച് കൊടുക്കുന്നത്. ക്രോസ് പീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന് 1 ഇഞ്ച് വീതിക്ക് തുണി എടുത്തിട്ട് നെക്ക് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് മടക്കി അടിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്രോസ് പീസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം കേട്ടോ. അതെല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പൈപ്പിംഗ് ആണ് ഇടുന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് എടുത്തിട്ട് പൈപ്പിംഗ് ഇട്ട് കൊടുക്കുക. ഇത് എമ്മിങ് ചെയ്യുന്നതാണ്.
നെക്കിന്. ഇനി നമുക്ക് ഇവിടെയെല്ലാം കട്ടിട്ട് കൊടുത്തിട്ട് പതിച്ചടിച്ചു കൊടുക്കുക. ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല നീറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബ്ലൗസ് ഇതാ എത്ര പെട്ടെന്ന് റെഡി ആയില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.